അതിന്റെ അപ്പം തന്നെ ഞാൻ കാശ് രൂപം എടുത്ത് ഓരോ ചോദ്യത്തിന്റെ നേർക്കും ഈ കാശ് രൂപം വെച്ചു. അപ്പൊ 4 എണ്ണം, ഒരു ചോദ്യവും 4 എണ്ണം കൊടുത്തിട്ടുണ്ടാവും ചോയ്സ്. അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഉത്തരം ശരിയാക്കി ഇത് എടുത്ത് എഴുതണം 4 അപ്പൊ ഓരോ ചോദ്യത്തിന്റെ അടുത്തും ഞാൻ ഈ കാശ് രൂപം കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ചോദ്യം എനിക്ക് വായിച്ചാൽ പോലും കിട്ടണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒരു ഉത്തരം, ഒന്നാമത്തെ നമ്പർ ഇട്ടു, ഒരു ഉത്തരത്തിന്റെ അടുത്ത് കൊണ്ടുവരും. ഈ കാശ് രൂപം ഈ ഉത്തരത്തിന്റെ അടുത്ത് എത്തുമ്പോ എനിക്ക് എന്തോ ആകർഷണീയത ഉള്ളതായിട്ട് തോന്നി. അങ്ങനെ അതിൽ നിന്ന് 94 ചോദ്യങ്ങള് ഞാൻ ആകെ 100 എണ്ണേ ചെയ്തുള്ളൂ 150 അതിൽ 94 ശരിയായി. അമ്മ മാതാവ് എന്നെ സഹായിച്ചതാണ്. കാരണം എനിക്ക് ചോദ്യം പോലും ഞാൻ വായിച്ചില്ല, ഉത്തരം മാത്രം തെരഞ്ഞെടുത്ത് ഞാൻ എഴുതിയത്. അങ്ങനെ കേട്ടിട്ട് പരീക്ഷയിൽ ഞാൻ പാസ്സായി. കഴിഞ്ഞ ജൂലൈ 16-ാം തീയതി ചാലക്കുടിൽ തന്നെ തൂമ്പാക്കോട് UP സ്കൂളില് ഹിന്ദി അധ്യാപികയായിട്ട്. കേട്ടിട്ട് രോമാഞ്ചിഫിക്കേഷൻ വരുന്നു. രോമാഞ്ചിഫിക്കേഷൻ എന്തോന്നൊക്കെയാ കേൾക്കുന്നത്. ഇതറിഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞ പഠിച്ചിരുന്ന സമയത്തൊക്കെ എന്തിനാണോ എന്തോ കുത്തിയിരുന്ന് പഠിപ്പായിരുന്നു. അങ്ങോട്ട് നടന്ന് പഠിപ്പ്, ഇങ്ങോട്ട് നടന്ന് പഠിപ്പ്. തുണ്ട് വയ്ക്കാൻ പേടിയായതുകൊണ്ട് മാത്രം തുണ്ട് വെച്ചില്ല. പക്ഷെ എന്നാലും കുത്തിയിരുന്ന് അടുത്തിരിക്കണവൻ്റെയൊക്കെ പേപ്പറൊക്കെ എങ്ങനെയെങ്കിലും നോക്കി കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചുമ്പോൾ എഴുതിയത്, എക്സാമുകൾ എഴുതി. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ പണ്ടേ നമ്മളൊന്ന് ട്രൈ ചെയ്യായിരുന്നു. എന്തോന്നൊക്കെ കേൾക്കുന്നത്. ഇനി അടുത്തൊരു സാധനം ഉണ്ട്, അത് വെയിറ്റ് ചെയ്യും, ഇപ്പോൾ വരാട്ടാ. ഇന്നലെ എനിക്ക് കുടിക്കാൻ വെള്ളമില്ല. എൻ്റെ കിണറ്റിലെ വെള്ളം വറ്റി, കുടിക്കാൻ വെള്ളമില്ലാതെ ഞാൻ അടുത്ത വീട്ടിൽ പോയി വെള്ളം ചോദിച്ചപ്പോൾ അവർക്ക് മോട്ടറിൽ വെള്ളം അടിച്ച് കറണ്ട് ഒരുപാട് ആകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വെള്ളം തന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ കുട്ടികളും കൂടി തിരിച്ചു വന്നു. ഞാൻ അമ്മയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയും തിരുകുമാരൻ്റെയും പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് വെഞ്ചരിച്ച തേനിരിക്കുകയായിരുന്നു. ആ തേനെടുത്തുകൊണ്ട് പോയി ഞാൻ എൻ്റെ കിണറ്റിലൊഴിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നടന്ന, അമ്മ മാതാവേ എനിക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ എൻ്റെ കുട്ടികളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചു. അങ്ങനെ തിരിഞ്ഞു നടന്നപ്പോൾ കിണറ്റിലൊരു ഭയങ്കര ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇനി ഉരണതും വല്ലതും കേട്ട് വീണാ എന്തായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ തിരിഞ്ഞു ചെന്ന് നോക്കിയപ്പോൾ അടുപ്പത്ത് അരിയിട്ട് തിളയ്ക്കുന്നത് മാതിരി എൻ്റെ കിണറ്റിൽ വെള്ളം പൊന്തി കുമളയിട്ട് കയറുന്നു. ഇതെന്തോന്ന്, കിണറ്റിനകത്ത് തേനും പഞ്ചസാരയൊക്കെ ഒഴിക്കാൻ വേണ്ടി അത് പലോഞ്ഞന കടയാണ്. കിണറ്റിനകത്ത് നിന്ന് ഇങ്ങനെ പൊന്തിയൊക്കെ വരുന്ന സമയത്ത് അമ്മച്ചി ജിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇതൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ അമ്മച്ചിയെ വന്ന് അവരൊക്കെ മണ്ണെന്തൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കും. എന്തോന്ന് തള്ളം വെച്ച് തള്ളി മറിക്കണത്. വേറൊരാളാണെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കാതെ തന്നെ എക്സാം ചെന്നിരുന്നപ്പോൾ മൊത്തം ആൻസറും പറഞ്ഞു കൊടുത്തെന്ന്. നിങ്ങളൊക്കെ ഈ ഒരു നൂറ്റാണ്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കൊന്നും നേരം വെളുത്തിട്ടില്ലേ? തോന്നടേ ഇതൊക്കെ.